ഫ്രണ്ട്സ്, ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പും പഴുത്ത ചക്കയും വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ലഡുവാണ്. അപ്പോൾ അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓള് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മെഷർമെൻറ്റ് കപ്പിൽ 250 ml കപ്പിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് റേഷൻ കടയിലൊക്കെ കിട്ടുന്ന അതേ നുറുക്ക് ഗോതമ്പാണ്. പിന്നെ അതേ കപ്പിൽ തന്നെ 250 ml കപ്പിൽ പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. വരിക്ക ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേ 250 ml കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൽ തന്നെ 250 ml കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൽ 3/4 കപ്പ് അളവിലുള്ള പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടി നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി ഒരു 3 ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് 5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് പകുതിയായിട്ട് കുറുകി വരുന്നത് വരേക്കും നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ നുറുക്ക് ഗോതമ്പൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഒരു ഗോൾഡൻ കളർ വരെ വറുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഒരു 10 മിനിറ്റോളം ഞാൻ വറുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ജാറിലിട്ട് ലേശം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ 3 ഏലക്കായ എടുത്ത് വെച്ചിട്ടില്ല, അതും കൂടെ നമുക്ക് ഇതിനകത്തിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് തരിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം. അപ്പോൾ ഞാൻ തരിയായിട്ടാണ് ഞങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു ചക്കയും കൂടെ അടിച്ചെടുക്കാനുണ്ട്. ചക്ക നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് വെള്ളം ചേർക്കാണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിൽ വെച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ചക്ക വരട്ടാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഇതിനകത്തോട്ടേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ചക്ക ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ചക്കേൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ലേശം ചേഞ്ചായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുകയും വേണം. ചക്ക നല്ല വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാല് പകുതി ആവാൻ വെച്ചത് അത് ഏകദേശം നല്ല കുറുകി ഏകദേശം പകുതി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഒരു പാനും കൂടെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. വെള്ളം ഇല്ലാണ്ട് ഒന്ന് എടുത്തിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതി തേങ്ങ. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ലേശം തണുത്തിട്ടുണ്ട്. അത് നമുക്കിന്ന് ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം നൈസായിട്ടൊന്നും പൊടിക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലഡു തയ്യാറാക്കാൻ വേണ്ടി നുറുക്ക് ഗോതമ്പ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്, തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പാലും കുറുക്കിയിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ലഡു തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാന് നല്ല ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. ഇതൊന്ന് വറുത്ത് കൊടുക്കുക.
അപ്പോൾ നെയ്യിൽ കഴിഞ്ഞിട്ട് തന്നെ ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ആ മഞ്ഞ കളറൊക്കെ മാറി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ചു വെച്ച പഞ്ചസാരയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയെല്ലാം നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ചക്കേൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കയ്യിൽ വെച്ചിട്ട് ഒരു ഉണ്ടയാവാൻ കിട്ടുന്ന പരുവത്തിൽ ഒന്ന് നമ്മൾ ആക്കിയെടുക്കുക. അത്രയും പാലേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല എല്ലാം മിക്സ് ഇട്ടിട്ട് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുഴഞ്ഞ് ലഡുവിൻ്റെ പരുവത്തിൽ ഇതുപോലെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് കുറച്ച് നേരം തണുത്തതിന് ശേഷം നമുക്ക് ലഡു ആക്കി എടുക്കാം. പിന്നെ ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഒരുവിധം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ എടുക്കുന്നുണ്ട്, ഈ ഒരു വലുപ്പത്തിൽ. ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നല്ല ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ഒരു മുന്തിരിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നട്ട്സാണോ ഉള്ളത് അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കയും നുറുക്ക് ഗോതമ്പും വെച്ചിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രണ്ട്സ്.